ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം വന്നതോടെ സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തിമിർപ്പിൽ. കൊച്ചിയിൽ യു.ഡി.എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എം.എൽ.എ. മുഹമ്മദ് ഷിയാസിന്റെ ഓഫീസിൽ കേക്ക് മുറിച്ച് വിജയാഘോഷം നടത്തി. ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചു. ഇതോടെ കേരള ജനത ഏറെ നാളായി കാത്തിരുന്ന നിർണായകമായ വിധിക്ക് ചരിത്രം സാക്ഷിയായി. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയ വാർത്തയറിഞ്ഞു സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തിമിർപ്പിൽ. കൊച്ചിയിലെ യു.ഡി.എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിയുക്ത എം.എൽ.എ. മുഹമ്മദ് ഷിയാസിന്റെ ഓഫീസിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് കേക്ക് മുറിക്കുകയും ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി വലിയ വിജയം സമ്മാനിച്ച ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജനഹിതമനുസരിച്ച് AICC നേതൃത്വം എടുത്ത തീരുമാനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകർ ഒന്നടങ്കം നെഞ്ചിലേറ്റിയിരിക്കുന്ന സന്തോഷകരമായ വിവരമാണ് ഞങ്ങൾ ഇന്നിവിടെ അറിഞ്ഞത്. അനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൊച്ചി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നുമ്മറം ജംഗ്ഷനിൽ നിന്നും സന്തോഷകരമായ വിജയാഹ്ലാദ പ്രകടനം ഉണ്ടായിരിക്കുന്നു. യു.ഡി.എഫ് ചെയർമാൻ P.H. നാസർ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷമീർ വളവത്ത്, P.M. അസ്ലം, DCC മെമ്പർ പ്രമോദ്, ബേസിൽ ഡിക്കോത്ത്, സനൽ ഇസ, R. ബഷീർ, മൻസൂർ അലി, ഷീജ സുധീർ, ജാസ്മിൻ റഫീഖ്, മീന ആന്റണി, ഷബന നൌഷാദ്, അബൂട്ടി, P.M. അൻസാർ എന്നിവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. കേരള ജനത ഒന്നടക്കം സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. അതൊരു വലിയൊരു ആഘോഷമായിട്ട് തന്നെ കേരളം നിറയെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ജനകീയനായ ഇതിന്റെ ചുക്കാൻ പിടിച്ച അതിന് അർഹതപ്പെട്ട ആൾക്ക് തന്നെ മുഖ്യമന്ത്രി പദവി കിട്ടിയതിൽ ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും വളരെ ആഘോഷത്തിലാണ്, സന്തോഷത്തിലാണ്. കൂടെ ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉമ്മി വരാണ്ട് നെയ്ക്കിനോട് മിണ്ടില്ല ശരിക്കും. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനപ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.